പശ്ചിമേഷ്യൻ സംഘർഷം ഹോർമൂസ് കടലിടുക്കിലേക്ക് വ്യാപിച്ചതിന്റെ പ്രത്യാഘാതങ്ങൾ ഇന്ത്യയടക്കം ലോകം മുഴുവൻ വ്യാപിച്ചു കഴിഞ്ഞു. പാചകവാതക ക്ഷാമവും വാഹന ഇന്ധനത്തിന്റെ വിലക്കയറ്റം ഉൾപ്പെടെ എന്ന് തീരുമെന്ന ആശങ്ക നിലനിൽക്കുന്നതിനിടെയാണ് ഹോർമൂസിൽ ഇറാന്റെ ഭാഗത്തു നിന്ന് പുതിയ നീക്കം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഹോർമൂസ് കടലിടുക്കിൽ അമേരിക്കയ്ക്കും ഇസ്രയേലിനും വിലക്ക് പ്രഖ്യാപിച്ച് ഇറാൻ രംഗത്തു വന്നിരിക്കുകയാണ്. മറ്റു രാജ്യങ്ങൾക്ക് ചരക്ക് നീക്കത്തിന് ഫീസ് ഈടാക്കും. കപ്പൽ സുരക്ഷയും സാമ്പത്തിക ക്രമീകരണവും ലക്ഷ്യമിട്ടുള്ള നിയമനിർമ്മാണത്തിന് ഇറാൻ പാർലമെന്റ് സുരക്ഷാ സമിതി അംഗീകാരം നൽകി. കടലിടുക്കിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ സ്ഥാപിക്കുക, പരിസ്ഥിതി സംരക്ഷണം, റിയാൽ അടിസ്ഥാനമാക്കിയുള്ള ഫീസ് എന്നതൊക്കെയാണ് പ്രധാനമായും ലക്ഷ്യമിടുന്നത്. പുതിയ നടപടിയുടെ ഭാഗമായി അമേരിക്കൻ ഇസ്രയേൽ കപ്പലുകളുടെ യാത്ര പൂർണ്ണമായും നിരോധിച്ചു. പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ ഇറാനെതിരെ ഉപരോധം ഏർപ്പെടുത്തുന്ന രാജ്യങ്ങൾക്ക് ഈ നടപടി വലിയ തിരിച്ചടിയാകും. കഴിഞ്ഞ മാസം ആരംഭിച്ച ഇറാൻ ഇസ്രയേൽ US യുദ്ധത്തെ തുടർന്ന് തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള കപ്പൽ ഗതാഗതം വലിയ തോതിൽ തടസ്സപ്പെട്ടിരുന്നു. ആഗോളതലത്തിൽ LNG, വളം, എണ്ണ ഉൽപ്പന്നങ്ങളുടെ 1/4 കടന്നു പോകുന്നത് ഈ പാതയിലൂടെയാണ്. പ്രതിദിനം ലക്ഷക്കണക്കിന് ബാരൽ എണ്ണയാണ് ഈ പാത വഴി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് നീങ്ങുന്നത്. അതിനിടെ ഭയം കൊണ്ടാണോ തന്ത്രങ്ങൾ പാളുന്നത് കൊണ്ടാണോ ഇറാനെതിരെ അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി നടത്തുന്ന സൈനിക നീക്കം അവസാനിപ്പിക്കാൻ തയ്യാറെടുക്കുന്നതായാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നത്. ഇറാനെതിരായ സൈനിക നടപടിയായ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി അവസാനിപ്പിക്കാൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തയ്യാറെടുക്കുന്നതായാണ് പുറത്തുവന്ന റിപ്പോർട്ടുകളെല്ലാം. വാൾസ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ടിനെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. യുദ്ധം ആരംഭിച്ച് 5 ആഴ്ചകൾ പിന്നിട്ട സാഹചര്യത്തിലാണ് ഡൊണാൾഡ് ട്രംപിന്റെ പിന്മാറ്റ ശ്രമങ്ങൾ പുറത്തുവരുന്നത്. ഹോർമൂസ് കടലിടുക്ക് തുറക്കാനുള്ള ശ്രമങ്ങൾ സങ്കീർണമാണെന്നും യുദ്ധം അനിശ്ചിതമായി നീണ്ടുപോകാൻ കാരണമാകുന്നുവെന്നുമാണ് വിലയിരുത്തൽ. ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നതിനായുള്ള നടപടികൾ പിന്നീട് തീരുമാനിക്കുമെങ്കിലും നിലവിൽ അതിന് മുൻഗണന നൽകുന്നില്ലെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. എന്നാൽ യുദ്ധം വേഗത്തിൽ അവസാനിപ്പിക്കാനുള്ള ട്രംപിന്റെ താൽപര്യത്തിന് വിരുദ്ധമായി പശ്ചിമേഷ്യയിൽ US സൈനിക ശക്തി വർദ്ധിപ്പിക്കുന്നുമുണ്ട്. കഴിഞ്ഞ വാരാന്ത്യത്തിൽ മാത്രം USS ട്രിപ്പോളിയും 2500-ലധികം മറൈൻ സൈനികരും പശ്ചിമേഷ്യൻ മേഖലയിൽ വിന്യസിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് കൂടാതെ 10,000 കരസേനാ സൈനികരെ കൂടി വിന്യസിച്ച് ഇറാന്റെ യുറേനിയം ശേഖരം പിടിച്ചെടുക്കാനുള്ള പദ്ധതികളും ട്രംപിന്റെ പരിഗണനയിലുണ്ട്. ഇറാന്റെ നാവികസേനയെയും മിസൈൽ ശേഖരത്തെയും ദുർബലപ്പെടുത്തുക എന്ന തന്ത്രപ്രധാനമായ ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് ട്രംപ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനുശേഷം സൈനിക നടപടികൾ അവസാനിപ്പിക്കുകയും വ്യാപാര പാതകൾ പുനഃസ്ഥാപിക്കാൻ ഇറാനുമേൽ നയതന്ത്ര സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യും. ഈ നീക്കം പരാജയപ്പെട്ടാൽ ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നതിന് യൂറോപ്പിലെയും ഗൾഫിലെയും സഖ്യകക്ഷികൾ നേതൃത്വം നൽകണമെന്ന് വാഷിംഗ്ടൺ ആവശ്യപ്പെടുമെന്ന് ഉദ്യോഗസ്ഥർ വാൾസ്ട്രീറ്റ് ജേർണലിനോട് പ്രതികരിച്ചു. അതിനിടെ ഇറാനിലെ മനുഷ്യാവകാശ ലംഘനങ്ങൾ കണക്കിലെടുത്ത് ഏർപ്പെടുത്തിയിട്ടുള്ള ഉപരോധങ്ങൾ 1 വർഷത്തേക്ക് കൂടി നീട്ടിയതായി യൂറോപ്യൻ യൂണിയൻ അറിയിച്ചു. 2027 ഏപ്രിൽ 13 വരെയാണ് നിലവിലെ നിയന്ത്രണങ്ങൾ നീട്ടിയതെന്ന് യൂറോപ്യൻ യൂണിയൻ കൗൺസിൽ പ്രസ്താവനയിൽ അറിയിച്ചു. 2011 മുതൽ വർഷം തോറും പുതുക്കുന്ന ഈ ഉപരോധം ഇറാനിലെ ആഭ്യന്തര അടിച്ചമർത്തലുകൾക്കെതിരെയുള്ള യൂറോപ്പിന്റെ നിലപാടിന്റെ ഭാഗമായി തുടരുന്നതെന്നാണ് അവർ അവകാശപ്പെടുന്നത്. യാത്രാവിലക്ക്, ആസ്തികൾ കണ്ടുകെട്ടൽ എന്നിവയാണ് പ്രധാന ഉപരോധങ്ങൾ. ഇതിനു പുറമെ രാജ്യത്തിനുള്ളിൽ ജനങ്ങളെ അടിച്ചമർത്താൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ, ടെലികമ്മ്യൂണിക്കേഷൻ നിരീക്ഷണ സംവിധാനങ്ങൾ എന്നിവ ഇറാനിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിനും കർശന നിരോധനമുണ്ട്. യൂറോപ്യൻ യൂണിയൻ പൗരന്മാരോ കമ്പനികളോ ഉപരോധ പട്ടികയിലുള്ള വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ സാമ്പത്തിക സഹായം നൽകാൻ പാടില്ലെന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നുണ്ട്. നിലവിൽ 262 വ്യക്തികളും 53 സ്ഥാപനങ്ങളുമാണ് യൂറോപ്യൻ യൂണിയന്റെ ഈ കരിമ്പട്ടികയിലുള്ളത്. പട്ടികയിൽ ഉണ്ടായിരുന്ന ഒരാൾ മരണപ്പെട്ടതിനെ തുടർന്ന് അയാളെ ഒഴിവാക്കിയിട്ടുണ്ട്. ഇറാനിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധ സാഹചര്യത്തിലും മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കാനാണ് യൂറോപ്യൻ യൂണിയന്റെ ഈ നീക്കം. മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങൾക്കിടയിലും ഇറാനിലെ ഭരണകൂടത്തിനു മേൽ സമ്മർദ്ദം ചെലുത്തുക എന്ന ലക്ഷ്യം കൂടി ഇതിനു പിന്നിലുള്ളതായി വിലയിരുത്തലുകൾ പുറത്തുവരുന്നുണ്ട്.